ദ ബെയർ വോർ എ സ്വിം സ്യൂട്ട്. ഡോക്ടർ സൂസി എഴുതിയ ഒരു കഥയാണ് ഇത്. ഇതിനെ ഒരു കഥ എന്ന് പറയുന്നതിനേക്കാൾ ഓർമ്മക്കുറിപ്പുകൾ എന്ന് പറയുന്നതാവും ഭംഗി. കാരണം ഇത് ഭാവനയല്ല, യാഥാർത്ഥ്യമാണ്. ജീവിച്ചിരുന്നവരും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നവരും ഉൾപ്പെട്ട ഒരു വംശവൃക്ഷത്തിൻ്റെ സ്നേഹാതുരമായൊരു കഥയാണ്. മധ്യ തിരുവിതാംകൂറിലെ ഒരു ഗ്രാമത്തിൽ നിന്ന് തുടങ്ങി മദ്രാസ് വഴി സിംഗപ്പൂർ, ഭൂട്ടാൻ, നേപ്പാൾ, UK എന്നിങ്ങനെ വിദേശ രാജ്യങ്ങളും കടന്ന് മദ്രാസിൽ തിരിച്ചെത്തിയ കഥ. ഈ പുസ്തകം തുടങ്ങുന്നത് ഡോക്ടർ സൂസി ജനിക്കുന്നതിന് മുൻപുള്ള സംഭവങ്ങളിൽ നിന്നാണ്. പറഞ്ഞു മാത്രം കേട്ട ആ സംഭവങ്ങൾ വായിക്കുമ്പോൾ അവയ്ക്ക് ദൃക്സാക്ഷിയാവുന്ന ഒരു അനുഭവമാണ് വായനക്കാർക്ക് ലഭിക്കുന്നത്. രണ്ടാം ലോക മഹായുദ്ധകാലത്ത് ജപ്പാൻ ആക്രമണത്തിൽ മരിച്ചവരിൽ അന്ന് സിംഗപ്പൂരിലായിരുന്ന ഡോക്ടർ സൂസിയുടെ ഡാഡിയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ് കുടുംബം വിശ്വസിച്ചിരുന്നത്. വർഷങ്ങളോളം അദ്ദേഹത്തെക്കുറിച്ച് ആർക്കും ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. ഒടുവിൽ പതിറ്റാണ്ടുകൾക്ക് ശേഷം അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ ഒരാൾ പോലും അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞില്ല. തൻ്റെ മമ്മി പോലും. ഡാഡി മരിച്ചു എന്ന ഉറച്ച വിശ്വാസത്തിൽ വിധവയുടെ ജീവിതമാണ് മമ്മി നയിച്ചിരുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി എത്തിയ ഡാഡിയെ ഒരാൾ മാത്രം തിരിച്ചറിഞ്ഞു. ഒരേ ഒരാൾ. അത് ഡാഡിയുടെ വിശ്വസ്തനായ സുന്ദർ എന്ന പേരുള്ള ജർമ്മൻ ഷെപ്പേർഡായിരുന്നു. പുരോഹിതനായിരുന്ന ഡാഡി മമ്മിയെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിനായി മദ്രാസിലേക്ക് അനുഗമിച്ച സംഭവം വളരെ രസകരമായി വിവരിച്ചിട്ടുണ്ട്. അന്ന് മറ്റു പുരോഹിതന്മാർ ഉൾപ്പെടെയുള്ളവർ ആ യാത്രയ്ക്ക് എതിരായിരുന്നു. അവർ ബിഷപ്പിനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചു. മദ്രാസിലേക്ക് പുറപ്പെട്ട ട്രെയിനിൽ ബിഷപ്പിന്റെ നേതൃത്വത്തിലുള്ള സംഘം അവസാന നിമിഷം ഓടിക്കയറി. യാത്ര അരുത് എന്ന് അവർ ഡാഡിയെ വിലക്കി. ബിഷപ്പ് പറയുന്നത് അനുസരിക്കാമെന്ന് ഡാഡി സമ്മതിച്ചു. യാത്ര മതിയാക്കി ട്രെയിനിൽ നിന്ന് ഇറങ്ങാമെന്നും സമ്മതിച്ചു. എന്നാൽ ഭാര്യയുടെ യാത്ര മുടക്കില്ല എന്ന് അദ്ദേഹം തീർത്തു പറഞ്ഞു. മെഡിക്കൽ വിദ്യാഭ്യാസം നേടാനുള്ള ഭാര്യയുടെ ആഗ്രഹത്തെ പിന്തുണയ്ക്കും എന്നും തടസ്സപ്പെടുത്തില്ല എന്നും സൗമ്യമാണെങ്കിലും ധീരമായി തന്നെ അദ്ദേഹം പറഞ്ഞു. ഈ പുസ്തകം വായിക്കുമ്പോൾ കണ്ണീർ നിറയുന്ന കണ്ണുകളെ നിഷ്പ്രഭമാക്കുന്ന ഒരു ചിരി നമ്മുടെ ചുണ്ടിൽ വിടരും. ജീവിതത്തോടുള്ള സ്നേഹമാണ് ആ നിറകൺചിരി. നിഷ്കളങ്ക സ്നേഹത്തിൻ്റെ തിളക്കം, ദയയുടെ, കാരുണ്യത്തിൻ്റെ, സഹോദര്യത്തിൻ്റെ, സഹാനുഭൂതിയുടെ ആർദ്രത. ഡോക്ടർ സൂസിയുടെ പുസ്തകം പ്രിയപ്പെട്ടതാവുന്നത് അത് ദുഃഖത്തെ അംഗീകരിച്ചും ഉൾക്കൊണ്ടും കൊച്ചു കൊച്ചു സന്തോഷങ്ങളിൽ സംതൃപ്തി കണ്ടെത്തുന്നത് കൊണ്ടും കൂടിയാണ്. ജീവിതം ജീവിക്കാൻ കൊള്ളാവുന്നതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നത് കൊണ്ടുകൂടിയാണ്. കുറെ കൂടി നന്നായി സ്നേഹിക്കാനും ജീവിക്കാനും പ്രേരിപ്പിക്കുന്നതിനാലാണ്. അപൂർവം പുസ്തകങ്ങൾക്ക് മാത്രം പകരാൻ കഴിയുന്ന ശാന്തിയും സമാധാനവും നൽകുന്ന ഒരു പുസ്തകമാണ് ഇത്. കേരളത്തിലെ വേരുകളിൽ നിന്ന് വളർന്ന് വിദേശ രാജ്യങ്ങൾ ഉൾപ്പെടെ സ്വന്തം മുദ്ര പതിപ്പിച്ച പ്രവാസികൾ ഒരുപാട് പേരുണ്ട്. വിവിധ മേഖലകളിൽ മികവ് കാട്ടിയവർ, ഓർമ്മിക്കപ്പെടുന്നവർ. അവർക്കൊക്കെ കഥകളും ഉണ്ട്, ഓർമ്മകളും ഉണ്ട്. എന്നാൽ കഥ പറയാനുള്ള കഴിവാണ് ഡോക്ടർ സൂസിയെ വ്യത്യസ്തയാക്കുന്നത്. പിന്നീട് ജീവിതത്തിൽ നിന്ന് തിരഞ്ഞെടുത്ത ഓരോ ഓർമ്മയ്ക്കുമുണ്ട് പ്രത്യേക ചാരുത. അവ അവതരിപ്പിക്കുന്നത് അന്യാദൃശമായ ശൈലിയിലാണ്. സാധാരണ കുടുംബത്തിൽ ജനിച്ച് സ്നേഹമുള്ള മാതാപിതാക്കളുടെ വാത്സല്യം അനുഭവിച്ച് കഷ്ടപ്പെട്ടും അധ്വാനിച്ചും പഠിച്ച് ഡോക്ടർമാരായ സൂസിയും ഭർത്താവും ക്ഷയരോഗികളെ ശുശ്രൂഷിക്കാൻ ജീവിതം സമർപ്പിച്ചവർ കൂടിയാണ്. ഇന്ത്യയിൽ മാത്രമല്ല, അയൽ രാജ്യങ്ങളിലെ വിദൂരമായ ഗ്രാമങ്ങളിൽ വരെ എത്തി അശരണർക്കും ആലംബർക്കും ആശ്വാസവും സാന്ത്വനവും പകർന്നവരാണ്. ക്രിസ്ത്യൻ പുരോഹിതനായിരുന്ന അച്ഛൻ പകർന്ന കരുണയുടെ കരുത്തുറ്റ സന്ദേശം വ്യത്യസ്ത വഴിയിലൂടെ സഞ്ചരിക്കാൻ ഡോക്ടർ സൂസിയെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. സ്നേഹത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും മൂല്യം സമൃദ്ധമായി പഠിപ്പിച്ച കുടുംബാംഗങ്ങളുടെ പിന്തുണയുണ്ട്. ഡോക്ടർ സൂസി എഴുതുന്ന പല സംഭവങ്ങളും ഏറെ കാലം മനസ്സിൽ തങ്ങി നിൽക്കുന്നവയാണ്.
ചിലത് ചിരിപ്പിക്കുന്നവയാണെങ്കിൽ മറ്റു ചിലത് കണ്ണ് നനയിപ്പിക്കുന്നവയാണ്. അച്ഛനമ്മമാരുടെ മരണത്തെക്കുറിച്ചുള്ള അധ്യായങ്ങൾ ഏറ്റവും ആർദ്രമായതാണ്. ഹൃദയത്തെ ആഴത്തിൽ സ്പർശിക്കുന്ന എഴുത്ത്. ഓരോ വാക്കിലും വരിയിലും തുടിക്കുന്ന സ്നേഹവും നന്മയും. ഡോക്ടറായിട്ട് കൂടി പിതാവിൻ്റെ അന്ത്യ നിമിഷങ്ങളിൽ സൂസി ഒരു മകള് മാത്രമായിരുന്നു. അമ്മയ്ക്ക് ശേഷം അച്ഛനും വിട്ടുപോകുന്നത് ഉൾക്കൊള്ളാനാകാതെ അത്ഭുതത്തിനു വേണ്ടി കാത്തുനിന്ന നിരാലംബയായ ഒരു പെൺകുട്ടി. പല വരികളും കണ്ണീർ തുണ്ടുകൾ സമ്മാനിച്ചുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. ഒന്നുറപ്പാണ്, ഏത് സൂക്ഷ്മദർശിനി കൊണ്ട് വായിച്ചു നോക്കിയാൽ പോലും ഒരു വരികൾ എത്ര സസൂക്ഷ്മം വിശകലനം ചെയ്താലും നിരീക്ഷിച്ചാലും ഈ കൃതിയിൽ ഒരിടത്ത് പോലും കാലുഷ്യത്തിൻ്റെയോ ദേഷ്യത്തിൻ്റെയോ വിദ്വേഷത്തിൻ്റെയോ ഒരു കണിക പോലും കണ്ടെത്താൻ നമുക്ക് സാധിക്കില്ല. സ്നേഹിച്ചാൽ സ്നേഹം തിരിച്ചു കിട്ടും എന്ന് ജീവിതം കൊണ്ട് തെളിയിക്കുന്ന ഡോക്ടർ സൂസി മരണാസന്നരായ ഒട്ടേറെ പേരെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഓർമ്മകളുടെ പുസ്തകത്തിൽ അവർ അക്ഷരങ്ങൾ കൊണ്ട് നടത്തുന്നതും ചികിത്സ തന്നെയാണ്, ശുശ്രൂഷയാണ്, പരിചരണമാണ്. ദുഃഖവും ദുരിതവും വേദനയും അനുഭവിക്കുന്നവർക്കുള്ള സാന്ത്വന ചികിത്സ. ഓരോ വാക്കും ഇവിടെ ശമന ഔഷധമാണ്. വിവരിക്കുന്ന ഓരോ സംഭവവും വേദനാസംഹാരിയാണ്. ദീർഘമായ ഓർമ്മകൾ ഒരൊറ്റ വരിയിൽ ഉപസംഹരിക്കുമ്പോൾ അവിശ്വാസികൾ പോലും സൂസിയുടെ വാക്കുകൾ ആവർത്തിക്കും. ദൈവമേ, നന്ദി.